ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 80-ാമത്തെ ശ്ലോകം നോക്കാം. ഈ ഒരു അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. നമുക്ക് നോക്കാം. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ ഭക്തിദേവി ശ്രീ നാരദ മഹർഷിയെ വളരെ സുന്ദരമായ ഒരു പദം ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചത്. ധന്യാത്മാവാണ് അങ്ങ് എന്നാണ് പറഞ്ഞത്. ധന്യനാണ് അങ്ങ് എന്ന് പറഞ്ഞിരുന്നു. അതിനെ സ്ഥാപിക്കുന്ന, അതിന് പ്രമാണമാകാവുന്ന രണ്ട് കാര്യങ്ങളെ ഒന്ന് ചേർത്ത് പറഞ്ഞ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രീ നാരദ മഹർഷിയെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ് ഭക്തിദേവി ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ജയതി, ജയതി എന്നാൽ ജയിച്ചുവോ. ജഗതി, ജഗതി എന്നാൽ ഈ ജഗത്തിൽ. മായാം, മായയെ. യസ്യ, യസ്യ എന്നാൽ യാതൊരു. കായാധവസ്തേ, കായാധവഃ തേ. കായാധവ എന്ന് പറഞ്ഞാൽ കയാധുവിൻ്റെ പുത്രൻ, അതായത് ഭക്തപ്രഹ്ലാദൻ. ഹിരണ്യകശിപുവിൻ്റെ ധർമ്മപത്നിയാണ് കയാധു. കയാധുവിൻ്റെ പുത്രനാണ് പ്രഹ്ലാദൻ. അപ്പോൾ ആ ഭക്തപ്രഹ്ലാദൻ തേ അങ്ങയുടെ വചനരചനമേകം, വചനരചനം ഏകം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വചനരചനമേകം. വചനരചനം എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ കൊണ്ടുള്ള ആ ഒരു ചിന്തയെ അഥവാ ഉപദേശത്തെ, ഏകം എന്ന് പറഞ്ഞാൽ മാത്രം, പിന്നെ അതിനെ ഒന്നുകൂടി എടുത്തു പറഞ്ഞു കേവലം. കേവലം എന്നാൽ അത് മാത്രം കൊണ്ട്, വെറും ഉപദേശം കൊണ്ട് തന്നെ ഏതൊരു അങ്ങയുടെ വാക്കുകളുടെ അല്ലെങ്കിൽ ഉപദേശങ്ങളുടെ ഫലമായി പ്രഹ്ലാദൻ ഈ മായയെ ജയിച്ചുവോ. കഴിഞ്ഞില്ല, അടുത്ത ഒരു ഇതും കൂടി ചേർത്തു ഭക്തിദേവി അവിടെ. ചാകലയ്യ, ച ആകലയ്യ ആണ്. ചാകലയ്യ അങ്ങയാൽ പറയപ്പെട്ടതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ കയാധുവിൻ്റെ വയറ്റിൽ കിടന്നിരുന്ന ഭക്തപ്രഹ്ലാദൻ അഥവാ കയാധുവിൻ്റെ ഗർഭത്തിലായിരുന്ന സമയത്താണ് ഒരിക്കൽ ദേവേന്ദ്രനുമായിട്ട് ഒരു യുദ്ധമുണ്ടാവുകയും അങ്ങനെ ദേവേന്ദ്രൻ കയാധുവിനെ അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഹിരണ്യകശിപു ഇല്ലാതെ ഇരുന്ന സമയത്ത് രാജ്യം ആക്രമിക്കുകയും അങ്ങനെ കയാധുവിനെ ബലാത്കാരമായി ഇവിടുന്ന് അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ വഴിമധ്യത്തിൽ വെച്ചാണ് ശ്രീ നാരദ മഹർഷിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം കയാധുവിനെ തിരികെ ഇവിടെ കൊണ്ടുവിടാതെ നാരദ മഹർഷിയുടെ അരികിൽ സംരക്ഷണത്തിനായി ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് ദേവേന്ദ്രൻ. അവിടെ വെച്ച് ശ്രീ നാരദ മഹർഷി കയാധുവിനായിക്കൊണ്ട് ഈ ഭാഗവത തത്വത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വയറ്റിൽ കിടന്നുകൊണ്ട് പകുതി അവിടെ ഇരുന്ന് കേട്ട് ഈ ഭാഗവത തത്വം കേട്ട് കയാധു അങ്ങ് ഉറങ്ങിപ്പോകും. പക്ഷെ അപ്പോഴും ഉള്ളിൽ ഉണർന്നിരുന്ന് കേട്ടിരുന്നു ഭക്തപ്രഹ്ലാദൻ. അപ്പോൾ ഏതൊരു നാരദ മഹർഷിയുടെ ഭാഗവത തത്വസാരോപദേശം കൊണ്ടാണോ ഈ മായയെ അതിജീവിക്കാൻ ഈ ഭക്തപ്രഹ്ലാദന് കഴിഞ്ഞത്. നമുക്കറിയാം, വളരെ ചെറുതിലെ തന്നെ അല്പം വളർന്ന്
പക്വതയൊക്കെ നേടിയതിന് ശേഷം ഭാഗവത തത്വം ഗ്രഹിക്കുകയായിരുന്നില്ല. വളരെ ചെറുതിലെ തന്നെ ആ ഒരു ഭഗവാനിൽ മാത്രം മനസ്സിനെ ഉറപ്പിച്ചു വെച്ചിരുന്ന, അതിനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരു ജന്മമായിരുന്നു ഭക്തപ്രഹ്ലാദൻ്റേത്. അപ്പോൾ ആദ്യം ഭക്തപ്രഹ്ലാദൻ്റെ കാര്യം പറഞ്ഞു. അടുത്തത് പറയുകയാണ്, ചാകലയ്യ അങ്ങയാൽ പറയപ്പെട്ടതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ധ്രുവപദമപിയാതോ, ധ്രുവപദം അപി യാതഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ധ്രുവപദമപിയാതോ. ധ്രുവപദത്തെ, ധ്രുവപദം എന്ന് പറഞ്ഞാൽ ധ്രുവപദം തന്നെ നമുക്കറിയാം. അത് നമ്മൾ മുൻപ് നാരായണീയത്തിൽ പറഞ്ഞിരുന്നു. ആ ഒരു മോക്ഷമാർഗത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ അവൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ധ്രുവപദത്തെ യാതഃ, യാതഃ എന്നാൽ പ്രാപിക്കുക, ആ ധ്രുവപദത്തെ പ്രാപിച്ചുവോ. യത് കൃപാതോ, യത് കൃപാതഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് യത് കൃപാതോ. യത് എന്ന് പറഞ്ഞാൽ യാതൊരാളുടെ, കൃപാതഃ കൃപയാൽ. അപ്പോൾ യാതൊരാളുടെ വാക്കുകളെ മാത്രം സ്വീകരിച്ചുകൊണ്ട്, എങ്ങനെയുള്ള യാതൊരാളുടെ കൃപയാൽ അവരിൽ നിന്നും വന്ന ആ വാക്കുകളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ധ്രുവപദത്തെ പ്രാപിച്ചുവോ. ആര്? ധ്രുവോയം, ധ്രുവഃ അയം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ധ്രുവോയം. ധ്രുവഃ എന്നാൽ ധ്രുവൻ, അയം ആ ധ്രുവൻ യാതൊരാളിൻ്റെ വാക്കുകളെ കാരുണ്യം കൊണ്ട് തിരുവായ്മൊഴിയിൽ നിന്നും വീണ ആ ഒരു സാരത്തെ ഗ്രഹിച്ചുകൊണ്ട് ധ്രുവപദത്തിൽ എത്തിച്ചേർന്നുവോ. സകല കുശലപാത്രം, സർവമംഗളങ്ങൾക്കും പാത്രമായിരിക്കുന്ന, ഇരിപ്പിടമായിരിക്കുന്ന ബ്രഹ്മപുത്രം, സാക്ഷാൽ ശ്രീ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള അലയോ ശ്രീ നാരദ മഹർഷിയെ, നതാസ്മി, നത അസ്മിയാണ്, നതാസ്മി, നത എന്നാൽ നമിക്കുക, അസ്മി ഞാൻ. അപ്പോൾ നതാസ്മി ഞാൻ നമസ്കരിക്കുന്നേൻ. ഈ ഭക്തപ്രഹ്ലാദന് ശ്രീ നാരദ മഹർഷിയുടെ ആ മഹത്തായ ഭഗവതസാര തത്വം ഗ്രഹിച്ചതിലൂടെ മായയെ അതിജീവിക്കാനായി, അതേപോലെ തന്നെ നമുക്കറിയാം ഈ ധ്രുവൻ, ഉത്താനപാദൻ്റെ പുത്രനായിട്ടുള്ള ഈ ധ്രുവൻ ഒരിക്കൽ തൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കുന്നതിൽ നിന്നും രണ്ടാനമ്മയായിട്ടുള്ള സുരുചി തടഞ്ഞപ്പോൾ ആ ദുഃഖത്തിൽ നിന്നും അച്ഛൻ്റെ മടിയിലിരിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം ഭഗവാനോട് പറയാനായി ഭഗവാനെ തൻ്റെ ദുഃഖത്തിൽ നിന്നൊക്കെ, അന്നേരം ആ രണ്ടാനമ്മയുടെ വാക്കുകളിലുണ്ടായ ആ ഒരു മനോവിഷമത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ എന്ന് തൻ്റെ അമ്മയായ സുനീതി പറഞ്ഞ ആ വാക്കുകളെ ശ്രവിച്ചുകൊണ്ട് നേരെ കാട്ടിലേക്ക് പുറപ്പെടുന്ന ധ്രുവൻ വഴിയിൽ വെച്ച് ശ്രീ നാരദ മഹർഷിയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ആ നാരദ മഹർഷിയുടെ നിർദ്ദേശത്താലാണ് ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാനെ, മധുവനത്തിൽ പോയിരുന്ന ഭഗവാനെ ഉപാസിക്കുന്നതും തപസ് ചെയ്യുന്നതുമൊക്കെ. വളരെ കഠിനമായ തപസ്സാണ്. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള, 5-6 വയസ്സ് മാത്രം പ്രായമുള്ള ആ ധ്രുവന് ആ ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് അങ്ങയാൽ പറയപ്പെട്ട ആ സദ്വചനങ്ങളിലൂടെയാണ്. ധ്രുവൻ ഭഗവാനെ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. വളരെ കുറച്ചു കാലമേ എടുത്തുള്ളൂ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ. അത്രമാത്രം കഠിനമായ ഒരു തപസ്സായിരുന്നു ധ്രുവൻ ചെയ്തിരുന്നത്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണമെന്ന ആഗ്രഹത്തിൽ പോയ ധ്രുവൻ പക്ഷേ ഭഗവാനെ ഈ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് സ്തുതിച്ചുകൊണ്ട്, ഈ ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചു കഴിഞ്ഞിരുന്ന ധ്രുവന് പക്ഷേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറയാനൊന്നുമില്ലാതെയായി. ആ അനന്ത നിർവൃതിയിൽ മതിമറന്ന് നിന്നുപോയി. അപ്പോൾ ഈ 2 കഥകളെയും ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഏതൊരു ധ്രുവനാണോ, പിന്നീട് ആ ധ്രുവന് ധ്രുവപദമൊക്കെ കൊടുക്കുന്നുണ്ട് ഭഗവാൻ അനുഗ്രഹിച്ച്.
അപ്പോൾ ഏതൊരു ധ്രുവനാണോ അങ്ങയുടെ വാക്കുകളാൽ അല്ല ഏതൊരാളിൻ്റെ വാക്കുകൾ കൊണ്ടാണോ ധ്രുവന് ധ്രുവപദത്തിലെത്താനായത്, ഏതൊരാളിൻ്റെ വാക്കുകൾ കൊണ്ടാണോ ഭക്തപ്രഹ്ലാദന് മായയെ അതിജീവിക്കാനായത്, അങ്ങനെയുള്ള ബ്രഹ്മപുത്രനായിട്ടുള്ള അല്ലയോ ശ്രീ നാരദ മഹർഷി, അങ്ങേക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞാണ് ഭക്തിദേവി അവിടെ നമസ്കരിക്കുന്നത്. നമുക്കറിയാം, മായയെ അതിജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നമ്മളൊക്കെ മായയുടെ ചുഴിയിൽപ്പെട്ടിരിക്കുന്നവരാണ്. ഇവിടെ എന്തിനേറെ പറയുന്നു, ഭഗവാന്റെ അമ്മയായ യശോദാദേവിക്ക് പോലും ഒരിക്കൽ തൻ്റെ വായിൽ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തതാണ് ഭഗവാൻ. പക്ഷെ ആ അമ്മ പോലും പെട്ടെന്ന് തന്നെ എന്തിനാ അത് കാണിച്ചു കൊടുത്തത്? തൻ്റെ വായിൽ ഈ 14 ലോകങ്ങളെയും കാണിച്ചു കൊടുത്തു എന്ന് തന്നെയല്ല, അതിനുള്ളിലുള്ള ഗോകുലത്തിലെ ആ യശോദാമ്മയെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഭഗവാൻ പറയാതെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇതെല്ലാം തൻ്റെ ഉള്ളിലാണുള്ളത്, ഈ ലോകങ്ങൾ മുഴുവൻ, ഇത് പുറത്തല്ല, പുറത്തുണ്ടെന്ന് തോന്നുന്നത് മായയാണ്. താൻ അഥവാ ആ യശോദാമ്മ പുറത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ യശോദാമ്മ ഭഗവാനിൽ നിന്നും ഭിന്നയാണ്, തൻ്റെ മകനാണ് ഈ ഭഗവാൻ എന്ന് തോന്നിപ്പിക്കുന്നത് മായയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ സാക്ഷാൽ ഭഗവാൻ തന്നെ അത് കാണിച്ചു കൊടുത്തിട്ടും ഒരു നിമിഷം കൊണ്ട് വീണ്ടും മായയുടെ പിടിയിലേക്ക് വീണു പോകുന്നുണ്ട് ആ യശോദാമ്മ. അപ്പോൾ സാക്ഷാൽ ഭഗവാനാൽ ഈ മായയുടെ പിടിയിലാണ് നമ്മൾ, അല്ലെങ്കിൽ മായയാണ് ഇതൊക്കെ എന്ന് കാണിച്ചു കൊടുത്തിട്ട് യശോദാമ്മ പോലും വീണ്ടും മായയുടെ പിടിയിൽ പെട്ടുവെങ്കിൽ നമ്മളൊക്കെ അനുനിമിഷം ആ ഒരു പിടിയിലാണ്. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഇവിടെയാകട്ടെ ആ കയാധുവിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഇത് കേൾക്കാനിടയായിരുന്ന ഭക്തപ്രഹ്ലാദന് ആ ഒരു മായയെ അതികടക്കുക വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ അങ്ങനെയുള്ള ആ ഒരു 6 വയസ്സുള്ള കുട്ടിയുടെ മുൻപിൽ ശ്രീ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തത്തക്ക വിധത്തിൽ അത്രമാത്രം ഒരു ദൃഢമായ ഭക്തി ഭഗവാനിൽ ഉണ്ടാക്കിയെടുത്തത് ആ ഒരു നാരദ മഹർഷിയാണെങ്കിൽ, വെറും 6 വയസ്സ് പ്രായമുണ്ടായിരുന്ന ധ്രുവന് ധ്രുവപദത്തിലേക്ക് എത്തിച്ചേരത്തക്ക വിധത്തിലേക്ക് ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ശ്രീ നാരദ മഹർഷിയുടെ വാക്കുകൾക്ക് കഴിഞ്ഞുവെങ്കിൽ, അങ്ങനെ ധന്യാത്മാവായ ബ്രഹ്മപുത്രനായ അല്ലയോ നാരദ മഹർഷി, അങ്ങേക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിദേവി അവിടെ ആ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. കാരണം അവിടെ ഒന്നുകൂടി പറഞ്ഞു, സകല കുശല പാത്രം, ഈ ലോകത്തിന് മുഴുവൻ അല്ലയോ നാരദ മഹർഷിയെ അങ്ങയുടെ വാക്കുകൾ മംഗളത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതിന് 2 ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, ധ്രുവൻ്റെയും പ്രഹ്ലാദൻ്റെയും. അപ്പോൾ ശ്രീ നാരദ മഹർഷിയുടെ വാക്കുകൾ ശ്രവിക്കാനായാൽ, അതിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാനായാൽ എനിക്കും മംഗളമേ ഉണ്ടാകൂ എന്ന് ഞാൻ അറിയുന്നു മഹർഷി എന്നുകൂടിയാണ് അവിടെ സൂചന നൽകുന്നത് ശ്രീ ഭക്തിദേവി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ജയതി ജഗതി മായാം യസ്യ കായാഥവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ഇത് ശ്രീപത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ഭക്തിനാരദസമാഗമോ നാമ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി പറയാം, അത് പറയാൻ വിട്ടുപോയി. 2ാമത്തെ പാദത്തിൽ വചനരചനമേകം, അവിടെ വചനരചനം ഏകമാണ്. അപ്പോൾ വചനരചനമേകം അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ധ്രുവപദമപിയാതോ, അമ്മായിക്ക് അകാരം കൊടുക്കണം, അപിയാണ്. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.